എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രുദ്രാക്ഷത്തിനെ സംബന്ധിച്ച് പലർക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങളുടെ മറുപടിയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: രുദ്രാക്ഷം ധരിച്ച് നോൺ വെജ് അഥവാ മത്സ്യമാംസാദികൾ ഭക്ഷിക്കാമോ? യഥാർത്ഥ ശിവഭക്തൻ തല പോയാലും കള്ളം പറയില്ല. ശിവഭക്തന് കള്ളം വർജ്യമാണ്. ശിവനാണ് സത്യം. അതുകൊണ്ട് സത്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ. രുദ്രാക്ഷത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതെ, ശിവപുരാണത്തിൽ നിന്നും അല്ലേ? ശിവപുരാണത്തിലെ വിദ്വേശ്വർ സംഹിത 25-ാമത്തെ അധ്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കുക. മദ്യം, മാംസം, ലസൂണം ഭക്ഷണം വർജ്യേത്, അതായത് ഉപേക്ഷിക്കുക. വളരെ സ്പഷ്ടമായി ശിവപുരാണത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ മുഴുവൻ സാരാർത്ഥം രുദ്രാക്ഷധാരിയായ പുരുഷൻ മദ്യം, മാംസം, ഉള്ളി, വെളുത്തുള്ളി, മുരിങ്ങയില മുതലായവയെ ഭക്ഷിക്കരുത് എന്നാണ്. അതൊന്നും സാരമില്ല, വെള്ളമടിക്കുമ്പോഴും മാംസം ഭക്ഷിക്കുമ്പോഴും ഊരി വെച്ചാൽ മതി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഇഷ്ടം. സത്യം പറഞ്ഞു, അത്ര തന്നെ. രുദ്രാക്ഷധാരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. രുദ്രാക്ഷത്തെ ധരിക്കുന്ന വ്യക്തി മത്സ്യമാംസാദികൾ, മദ്യപാനം ഇവയൊന്നും പാടില്ല. ഇത് ആദ്യം പറഞ്ഞു. അടുത്തത്, രുദ്രാക്ഷത്തെ ഒരിക്കലും വൃത്തിഹീനമായ കൈകൾ കൊണ്ട് സ്പർശിക്കരുത്. ദേഹം അശുദ്ധിയുള്ളപ്പോഴും രുദ്രാക്ഷത്തെ സ്പർശിക്കരുത്. അടുത്തത്, രുദ്രാക്ഷത്തെ കറുത്ത ചരടിലോ നൂലിലോ കോർത്തിട്ട് അണിയരുത്. ജപിക്കുന്ന മാലയിൽ കറുത്ത ചരടാകാം. അടുത്തത്, 5 മുഖ രുദ്രാക്ഷം ആർക്കും ധരിക്കാവുന്നതാണ്. അതിനായി പ്രത്യേക സമയമൊന്നും നോക്കേണ്ട. അനേകം ഫലങ്ങൾ തരുന്നതാണ് 5 മുഖ രുദ്രാക്ഷം. പല ഗുണങ്ങളും ലഭിക്കും. എന്നാൽ ഈ രുദ്രാക്ഷത്തെയും വില കുറഞ്ഞതായി കാണരുത്. നിയമങ്ങൾ തെറ്റിച്ച് ധരിച്ചാൽ ബുദ്ധിയെയും മാനസിക സ്ഥിതിയെയും മോശമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് രുദ്രാക്ഷത്തെ ധരിക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. പാലിച്ചില്ലെങ്കിലോ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ചില മലയാളി ഹിന്ദുക്കൾ ശബരിമലയിൽ പോകുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് വല്ല കുഴപ്പവും ഉണ്ടാകാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.